ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേമം എന്ന സിനിമയുടെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒപ്പം നമ്മൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പൗഡർ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാത്തമാരെയൊക്കെ എനിക്ക് കാണണം കേട്ടോ. ഞാൻ രാഹുൽ. ഇപ്പോൾ ആക്ച്വലി എൻ്റെ കോളേജ് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടത്. ചോദ്യം നമ്മുടെ കോയച്ചേട്ടനോടാണ്. ഇതിലിപ്പോൾ നമ്മൾ ജോർജും മലരും ഉള്ള സീക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റുഡൻസ് ടീച്ചർമാരെ പ്രേമിക്കുന്ന ഒരു ആശയം ഇങ്ങനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ ഇത് കാണുന്ന പിള്ളേർ വഴിതെറ്റി പോകാൻ സാധ്യതയില്ലേ? അത് കുട്ടികൾക്ക് പ്രചോദനമായിക്കൂടെ? എന്തിനു വഴിതെറ്റി പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓരോരോ സിനിമ കണ്ട് വഴിയേറ്റേണ്ടതാണ്. എന്താണ് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ മനസ്സിൽ? ഏത് കോളേജിൽ പഠിക്കണേ? ഏത് കോളേജിൽ പഠിക്കണേ? ഞാൻ ചോദിക്കാൻ ബാംഗ്ലൂരാ. ബാംഗ്ലൂരാ? അപ്പൊ സ്വാഭാവികം. ഒരുപാട് ഇപ്പോൾ ശങ്കരാഭരണം പോലത്തെ സിനിമകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗാന്ധി പോലത്തെ സിനിമ ഉണ്ടാകുന്നു. ഒരുപാട് നല്ല സിനിമകൾ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും സെൻസർ ബോർഡിൻ്റെ ചില ഇപ്പോൾ സെൻസർ ബോർഡിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പട്ടീന്ന് കൂടി വിളിക്കാൻ പാടില്ല. പട്ടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ മ്യൂട്ട് വരും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മളൊരു പക്ഷെ ഒരു ചേരിയിലെ ഒരു കഥാപാത്രം ആയിരിക്കും അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ തന്നെ വേറൊരു ക്ലാസ്സിലെ ഒരു സ്ലമ്മിലൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കൊരിക്കലും ഭയങ്കര സഭ്യമുള്ളതായിരിക്കില്ല. അപ്പോൾ എനിക്കൊന്നും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമല്ലോ ശരിക്കും. അതെ, എന്ന് പറഞ്ഞ പ്രേമം കണ്ടിട്ട് എല്ലാവരും ടീച്ചറെ പ്രേമിക്കണം പറയുന്നില്ല. അതെ, ഇനി അങ്ങനെ പ്രേമിച്ചു കഴിഞ്ഞാലും ടീച്ചറിന് ഡിസിഷൻ എടുക്കാമല്ലോ. അതെ, കറക്റ്റ്. പ്രേമിച്ചാലും കുഴപ്പമില്ല. അല്ല, പിന്നെ ഒരു അതൊക്കെ ആ പ്രായത്തിൽ തോന്നുന്ന ഒരു വികാരമാണ്. ടീച്ചറെ പ്രേമിച്ചിട്ട് കിട്ടിയോ? ഇല്ല, കഥ പറയലടാ. സിനിമ കാണുക, ആസ്വദിക്കുക സംഭവം. ഇപ്പോൾ കമ്മീഷണറുടെ പടം അല്ലെങ്കിൽ കമ്മീഷണർ പടം കണ്ടിട്ട് എത്ര പേര് പോലീസായിട്ടുണ്ട്? ഇല്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ പടം കണ്ട് അങ്ങനെ പോയി. ഞാൻ തീരുമാനിച്ചു കോയായാ മതിയെന്ന്. അപ്പം അത് ചിലപ്പോൾ തോന്നും കേട്ടോ. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട് വരെ എത്തുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് പലതും തോന്നാം. എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഓരോ പടങ്ങൾ, ഇപ്പോൾ കമ്പനി എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഞാൻ അജയ് ദേവഗനാണെന്ന് വിചാരിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. 5 ഹൈറ്റുള്ളൂ എനിക്ക്. ഞാൻ അജയ് ദേവഗനൊക്കെ അയക്കാൻ അറിയില്ല എനിക്ക് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് പിറ്റേ ദിവസം ഞാൻ വേറെ പടം കാണുമ്പോൾ അത് മാറും. അപ്പോൾ രാഹുൽ വേറെ പടം കണ്ടു നോക്കൂ, എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ കാണാം. ഓക്കെ. ആ നായിക ഇവിടെ കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. അടുത്ത നായിക മലരായിരുന്നു. മലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായി പല്ലവി വളരെ എന്താ പറയുക, നമ്മളെല്ലാവരും അങ്ങനെ ഒരു സുഹൃത്തെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ശരിക്കും ആ ഒരു കഥാപാത്രത്തെ കണ്ടപ്പോൾ. അത്രയും നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ച ഒരു കുട്ടി. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ സംഗീത സംവിധായകൻ്റെ അനുവാദത്തോടു കൂടി ഒരു കുട്ടിയെ കൊണ്ട് മലരെ പാട്ട് പാടിച്ചോട്ടെ? പാടിക്കോളൂ ശ്രുതി. ശ്രുതിയാണ് മലരെ എന്ന പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തനുമീറൻ കാറ്റും പുളകങ്ങൾ ഇഴനേതൊരു കുഴലൂതിയ പോലെ കുളിരീകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം അകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. താങ്ക് യു ശ്രുതി. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഞാൻ അടുത്തത് ആരുടെ നേർക്കാണ് ചോദ്യശരം വരുന്നത് നോക്കാം. എൻ്റെ പേര് അക്ഷയ. എൻ്റെ ക്വസ്റ്റ്യൻ അനുപമ മാമിനോടാണ്. ഓക്കെ, ഞാൻ പേരൊന്നും പറയാൻ പാടില്ല. മേരി. എൻ്റെ ക്വസ്റ്റ്യൻ മേരിയോടാണ്. ഓക്കെ, മേരിനോടാണ്. ഞാൻ ഫിലിം കണ്ടിട്ടില്ല, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ആകെ കണ്ടേക്കണത് ആ പാട്ട് മാത്രമാണ്. അപ്പോൾ ആ പാട്ടിൽ കുറേ പൂവാലന്മാർ പുറകെ ഉണ്ടല്ലോ, അതേപോലെ റിയൽ ലൈഫിൽ എത്ര പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്?
ഇല്ല, അതേപോലത്തെ ഇത്ര അലവലാദികളായിട്ട് പൂവാലന്മാരൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ വന്നിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ അലവലാതി എന്ന് വിളിച്ചത് നിവിനെയാണോ കിച്ചുവിനെയാണോ? കിച്ചുനെ എന്തിനാണ് എല്ലാവരും എന്തിനാണ് എല്ലാവരും അവളുടെ പുറകെ നടക്കുന്നതെന്നാണ് ചോദിച്ചത്. എന്തിനാണ് എല്ലാവരും അവളുടെ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ചത്. ആ അതെ, ഇല്ല അങ്ങനെ അധികം പേരൊന്നും വന്നിട്ടില്ല, കുറച്ച് പേര് അത്ര തന്നെ. അത് ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പ്രേമലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പ്രേമലേഖനങ്ങളായിട്ട് കിട്ടിയിട്ടില്ല, തുട്ടുകൾ കിട്ടിയിട്ടുണ്ട്. തുട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം SMS-ഉം. ഇല്ല, ഇപ്പൊ പ്രേമലേഖനം എഴുതാനായിട്ടുള്ളല്ലോ ടൈം. എല്ലാരും വാട്സാപ്പിൽ അയക്കും അല്ലെങ്കിൽ SMS അയക്കും. വാട്സാപ്പ് അങ്ങനെ മെസ്സേജുകൾ. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? അനുപമയ്ക്ക് അങ്ങനത്തെ അധികം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ പറയാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ഇത് അനുപമയുടെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അനുപമ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നവരൊക്കെ ഇപ്പൊ വിനയ് ഫോട്ടോയ്ക്കാണെങ്കിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. എന്തിനാണ് നെറ്റിച്ച് വിളിക്കുന്നത് അല്ലേ? പക്ഷെ അനുപമയായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അപ്പൊ ചേട്ടനെ കാര്യമായിട്ട് പരിചയമില്ല, ഇനിയിപ്പൊ ഞാൻ പരിചയപ്പെടും. ഇവിടെ വെച്ചാണോ അപ്പൊ നേരിട്ട് കാണാൻ സാധിക്കും? ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞവര് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തിട്ടുള്ള പാട്ട് സീൻ കോൺട്ര എന്നുള്ള പാട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിത്രം കണ്ടവർക്ക് അത് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ പാട്ടപ്പോ ഞാൻ കൊണ്ടൊന്ന് പാടാം. ഇപ്പൊ ഉണ്ട്, പാടണം. അയ്യോ, ഇത് ക്രെഡിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഗോസ് ടു ശബരീഷ് വർമ്മ. പുള്ളിയുടെ ലിറിക്കൽ ഐഡിയ ആണത്. ആ ലിറിക്കൽ ഐഡിയ തന്നെയാണ് ഈ ട്രാക്ക് മൊത്തം ഉണ്ടായത്, അല്ലാതെ എനിക്കൊരു പ്ലാൻ ഉണ്ടായില്ല. പക്ഷേ അത് പുള്ളി കേൾപ്പിച്ച് ഇതുപോലെ തന്നെ ആ പാടുന്നില്ല. എടാ എന്നൊരു പാട്ടുണ്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് പോലെ തന്നെ അതേപോലെ തന്നെ പുള്ളി പാടി കേൾപ്പിച്ച്. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെള്മാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലെങ്കിലും സീൻ മൊത്തം കോൺട്ര, മുട്ടി മുട്ടി നടക്കാൻ തൊട്ടുമുട്ടി. അത് ശബരീഷന്റെ പാടണം അല്ലേ? ഞാനൊരു കുത്തിരിക്കും ചോദിച്ചോട്ടെ, ആർക്കും ഉത്തരം പറയട്ടോ, അല്ലെങ്കിൽ ഈ സിനിമയിൽ അതേപോലെ തന്നെ വളരെ ഒരു കഥാപാത്രം തന്നെ പറയാം, പ്രേമലേഖനം. ലേഖനം ഇങ്ങനെ അധികം വായിക്കുന്നില്ലെങ്കിലും പ്രേമലേഖനം ഇതിനകത്തൊരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രേമലേഖനം എഴുതുന്ന വ്യക്തി നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും? ഇവിടെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും പറയാം കേട്ടോ, കുഴപ്പമില്ല. അൽഫോൺസ് അല്ലെങ്കിൽ നിവിനായിരിക്കും. ഉറപ്പാണ്. അവരിവിടെ ഇല്ലാത്ത ധൈര്യത്തിലാണോ അത് പറയുന്നത്? അല്ല, അവരും സമ്മതിക്കും. ആ സിനിമയിൽ നിവിൻ എഴുതുന്ന പ്രേമലേഖനം ശരിക്കും ആരെ എഴുതിയതാണ്? എല്ലാ ലൈനും അൽഫോൺസിന്റെ തന്നെയാണ്. നിങ്ങൾ ശരി വെച്ചാൽ ഒരു മാറ്റം വരുത്തണ്ട. ഇല്ല, ചാളവർത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാളവർത്ത്. മേരി നിന്നെ കണ്ടാൽ ചാളവർത്ത്. അവന് കൺഫ്യൂഷൻ ഉണ്ട്, ഓറഞ്ചിന്റെ ജാ എങ്ങനെയാണെന്ന്. എന്തായാലും കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നത് നിവിനോടൊപ്പം കിച്ചുവിനോടൊപ്പം പിന്നെ ശബരീഷിന്റെ ഒപ്പം ആയിരുന്നു. ഇവര് മൂന്നുപേരും ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇവരെ ഫേസ് ചെയ്തിട്ട് അഭിനയിക്കാനുള്ള സീനുകൾ ചിരിയാണോ കൂടുതൽ വന്നത്, അല്ലെങ്കിൽ സീരിയസ് ആവാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റുന്നില്ല, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കതിൽ ചിരി വന്നപ്പോ ഇവരുടെ കൂടെ അഭിനയിച്ചപ്പോ ചിരി വന്നിട്ടുണ്ടെങ്കിൽ അൽഫോൻസ് ചേട്ടൻ പറയൂ നീ ചിരിച്ചോന്ന്. അപ്പൊ എനിക്ക് റിയാക്ഷൻ ആയിരുന്നു. ഇവര് പറഞ്ഞു വെച്ചൊരു ഡയലോഗ് ഉണ്ടാവും, നമ്മൾ സീൻ ചെയ്യാനായിട്ട് ചെന്നേക്കുമ്പോ ഇവർ അതൊന്നും അല്ല പറയാ, നിവിൻ ചേട്ടനൊന്ന് പറയൂ ഇവരൊന്ന് പറയും, ഞാൻ മന്ദബുദ്ധിനെ പോലെ നോക്കിക്കും. 2 പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ചീത്ത കേട്ടു. 3ാമത്തെ പ്രാവശ്യം അതായപ്പോ മനസ്സിലായി അവരിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അപ്പൊ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ അടിച്ചു വെക്കാം, അത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ എന്തായാലും അനുപമയെ വളരെയധികം എൻജോയ് ചെയ്തു. യെസ്, അടിപൊളിയായിരുന്നു. കോയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, പറ്റില്ല എന്ന് പറയുന്നത്? അല്ലല്ല, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര നാച്ചുറലായിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയില്. അനുപമയുടെ തലമുടി സിനിമയിൽ എല്ലാവരും ഇങ്ങനെ പറയും, ഓ ഇങ്ങനെ തലമുടി ആയിരുന്നു ട്രെയിലർ അല്ല, പാട്ട് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര തലമുടിയുള്ള കുട്ടി, ബുമ്മ് തലമുടി ഇരിക്കണ കുട്ടി എന്നൊക്കെ. അപ്പൊ അതിപ്പോ മേരിയുടെ മുമ്പിൽ വെച്ച് പറയണം. ഇല്ല, ഇടിക്കില്ല. അതോ നിവിന്റെ സാധനം നീ പറഞ്ഞല്ലേ? അത് പറയൂ നിവിന്റെ. എനിക്ക് മനസ്സിലാവുള്ള എന്ത് കണ്ടിട്ടാണ് ഈ ലോകത്തുള്ള അമ്പളാരൊക്കെ ഇവളുടെ പുറകെ കിടക്കുന്നത്? ഷീസ് ബ്യൂട്ടിഫുൾ. പിന്നെ തേനീച്ചകൾ പോലെയാണ് മുടിയിരിക്കുന്നത്. അല്ല, ഇവള് ഓഡീഷൻ വന്ന ടൈമിലാണ്, ഷൂട്ടിന്റെ ടൈമിലാണെന്നാണ് മുടി അഴിച്ചിട്ടോ. അപ്പൊ അടുത്ത് നിൽക്കുന്നവരൊക്കെ തുമ്മലായിരുന്നു, മൂക്കി പോയിട്ട് തുമ്മലായിരുന്നു. ഇതിപ്പോ കെട്ടിവെച്ചാണ്, അല്ലെങ്കിൽ ഒരു 10 ആൾക്ക് ബാക്കിൽ ഒളിച്ചിരിക്കാം. കെട്ടിവെച്ചാണ് അഴിച്ചിട്ട് കഴിഞ്ഞാൽ 10 ആൾക്ക് ബാക്കിൽ ഒളിച്ചിരിക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുടി വെട്ടും വെച്ചിട്ട് തന്നെ തന്നെന്നുണ്ട്, തേച്ചരച്ച് കുളിക്കാൻ.
ഞാൻ ഇതിൽ കൂടുതലൊന്നും ഇവിടെ പറയണില്ല, പുറത്തിറങ്ങിയിട്ട് പറയാം, ലെവലേ മാറിപ്പോ. അൽഫോൻസ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ അനുപയുടെ മുടി കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് മേരി? എന്റെ മുടി അഴിക്കാൻ പറഞ്ഞ ആദ്യം തന്നെ അൽഫോൺസ് തലയിൽ കൈവെക്കാണ് ചെയ്തത്. ഇത് എന്ത് ചെയ്യും? പിന്നെ ആൾക്ക് എങ്ങനെയൊക്കെയോ ഇത് മതി, ഇമാതിരി സാധനങ്ങളൊക്കെ കേട്ടണമെങ്കിൽ ഇത് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ല, ഈ ഒരു മുടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു ഐഡന്റിറ്റി ഫസ്റ്റ് തന്നെ. അതെ, ആദ്യത്തെ സിനിമയിൽ തന്നെ കിട്ടിയത്. എന്തായാലും അനുപമ ഫേമസ് ആയതുപോലെ തന്നെ മുടിയും ഒപ്പത്തിനൊപ്പം ഫേമസ് ആയി. ഓക്കെ, മുടിയാണ് കൂടുതൽ famous ആയത്. മുടിയാണ് കൂടുതൽ ഫേമസ് ആയത്. സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമുക്ക് വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ സ്റ്റുഡൻസ് ഒള്ളിയിലൂടെ തന്നെ. ടാറ്റ.